ഇന്നത്തെ നമ്മുടെ വീട്ടിലെ താരം കപ്പയും മീൻ കറിയുമാണേ. ഈ കോമ്പിനേഷൻ ഇഷ്ടമല്ലാത്ത മലയാളികൾ കാണത്തില്ല, അത്രയ്ക്കും ഫേവറേറ്റ് ആയ എല്ലാവരുടെയും. കപ്പ അരിഞ്ഞ് നന്നായിട്ട് കഴുകി ഉപ്പിട്ട് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മരിച്ചീനി എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കപ്പ മേടിച്ച കൂട്ടത്തിൽ മധുരക്കിഴങ്ങും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിന് ഇതുവരെ മധുരക്കിഴങ്ങ് കൊടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, കൂടുതൽ എടുക്കുന്നില്ല. കഴിക്കുമോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോഴത്തേനും കുറച്ച് എടുത്ത് കൊടുത്ത് നോക്കുമോ, വല്ല അലർജിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. നമ്മളെപ്പോഴും ഫസ്റ്റ് അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്തും കൊടുക്കുമ്പോൾ കൊടുക്കാവൂ. മധുരക്കിഴങ്ങിന് ഇങ്ങനെ തൊലി ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കഴുകിയിട്ട് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വേവിച്ച് കഴിച്ചാൽ മതി. പിന്നെ കുഞ്ഞിന് കൊടുക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇങ്ങനെ തൊലി ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ വേവിക്കാൻ വെക്കുന്നത്. ആമിക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കുഞ്ഞിലേക്ക് ഞങ്ങൾ വീട്ടിലെ പറമ്പിലൊക്കെ ഈ മധുരക്കിഴങ്ങ് നട്ടു വെച്ചിട്ടുണ്ടായിരിക്കും. അമ്മ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ മധുരക്കിഴങ്ങ് വേവിച്ചതും മുളക് ചമ്മന്തിയും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി തരും. കുഞ്ഞിനെ ഞാൻ താഴെ കിടത്തിയിട്ടാണ് കേട്ടോ അത് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും അവൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. കരച്ചിൽ കൂടിയപ്പോൾ ഞാനിങ്ങ് എടുത്തോണ്ട് വന്നു. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. സോറി അമ്മ, എനിക്ക് ചിരിച്ചാൻ പറ്റത്തില്ല. എനിക്ക് ചിരിച്ചാൽ തോന്നുന്നില്ലമ്മ. മുടി ഇനി നന്നായിട്ട് കഴുകിയിട്ട് വരാം. നല്ലപോലെ കഴുകിയെടുത്ത് കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് അത് കാര്യമുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ വെന്ത് വരും. വേവായതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് നല്ലതുപോലെ തരികളൊന്നുമില്ലാതെ നല്ലപോലെ ഉടച്ചെടുക്കാം കേട്ടോ. തരികളൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് കുനുകുനാന്ന് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് അമ്മയ്ക്ക് കൊടുത്ത് നോക്കാം. പുതിയ ഷൈന വാമി, പുതിയ ഷൈന കൊടുക്കാം. നല്ലടാ, നല്ലടാ ഇത്. നോക്കട്ടെ. ആമി മോനെ, സൂപ്പർ സാധനം. കിരീലം ചിണ്ടാണ്ടി സൂപ്പറാണ്, സൂപ്പറ്. കൊള്ളാമേ, കൊള്ളാമോ? കൊള്ളൂടെ, അത് സുഖമൊന്നുമില്ല. അപ്പോഴേക്കും നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ച മരിച്ചീനി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങ അരച്ചതും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിടും. ക്യാമറയിലേക്ക് ആവി കയറി മൊഞ്ഞു മൂടാപ്പായി. ഇപ്പം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ വാഴയില നന്നായിട്ട് വാട്ടിയെടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ നല്ലപോലെ വാട്ടിയെടുക്കാം, ഇല്ലെങ്കിൽ വാഴയില വേഗം പൊട്ടിപ്പോകും. എന്ത് സാധനമായാലും വാഴയിലയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വാട്ടി വെച്ച വാഴയിലയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മരിച്ചീനി ഇടുവാണ്. കുറച്ച് മരിച്ചീനിയും പിന്നെ നമ്മൾ നേരത്തെ ചൂര മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നേ, ആ മീൻകറിയും കൂടി വെച്ച് വയ്ക്കാം.
ശേഷം നമ്മുടെ വാഴയില നന്നായിട്ട് മടക്കിയെടുക്കുവാണെങ്കിൽ 4 സൈഡും പൊട്ടിപ്പോകാത്ത രീതിക്ക് നല്ലപോലെ വാട്ടിയെടുക്കുവാണേ. വാഴയില നമ്മൾ തീയിൽ വെച്ച് വാട്ടിയെടുത്തത് കൊണ്ട് നന്നായിട്ട് മടക്കിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വാഴയില പൊട്ടിപ്പോകും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചീനിയെല്ലാം വെളിയിൽ പോകും. അതിനാണ് നമ്മൾ ആദ്യമേ വാഴയില വാട്ടിയെടുത്തതിന് ശേഷം 4ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ വാഴവള്ളി കൊണ്ട് തന്നെ കെട്ടി സെക്യൂറാക്കി വയ്ക്കുകയാണേ. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി കുട്ടത്തിൽ കുറച്ച് വെള്ളം വെച്ച് നമ്മൾ പൊതിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ വാഴയിലൊക്കെ ഇട്ടുണ്ടല്ലോ, അത് നമ്മുടെ ഇഡ്ഡലി കുട്ടത്തിനകത്ത് വെച്ചൊരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി കുട്ടൻ തുറന്ന് നോക്കാം. നല്ലപോലെ ആവി കയറി വാഴയിലേക്ക് നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇലപ്പൊതി എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് തുറന്ന് നോക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കണം വാഴവല്ല് പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഞാൻ പിന്നെ പോയി പിച്ചാത്തി എടുത്തിട്ടൊന്ന് പൊട്ടിക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു വറുത്ത മീനിനെയും കൂടെ കൂട്ടി കഴിച്ച് നോക്കാം. കുറച്ച് ചീനിയും കുറച്ച് മീൻ കറിയും കുറച്ച് മീൻ വറുത്തതും കൂടി ചേർത്തൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.